കേരളത്തിൽ വീണ്ടും കോവിഡ് മരണമെന്ന് റിപ്പോർട്ട്. 59 വയസ്സുകാരന്റെ മരണം കോവിഡ് മൂലമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മൗനം തുടരുകയാണ്. കേരളത്തിൽ 24 മണിക്കൂറിനിടെ 189 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചതായും കേന്ദ്രം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് നിലവിൽ 1336 കോവിഡ് രോഗികളുണ്ട്. വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രജിത്ത്, സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ഒരു മരണം കൂടി, മറ്റ് വിശദാംശങ്ങൾ കൂടി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ അവരുടെ കോവിഡ് പോർട്ടലിലെ കണക്ക് പ്രകാരമാണ് സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പോർട്ടലിൽ നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഈ കണക്കുകളിൽ ഉൾപ്പെടുന്നത് അതോടെ സംസ്ഥാനത്തെ ഈ വർഷത്തെ കോവിഡ് മരണം 6 ആയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ എടുത്തു കാണേണ്ടതുണ്ട്. ഈ കണക്കുകൾ പ്രകാരം നിലവിൽ സംസ്ഥാനത്ത് 1336 കോവിഡ് കേസുകളുണ്ട്. രാജ്യത്താകെ 3395 കേസുകൾ ഉള്ളതിൽ അതിൽ 1336 ആക്റ്റീവ് കേസുകളും കേരളത്തിലാണ് എന്നുള്ളതാണ്. അത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന കണക്ക് കൂടിയാണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിടെ 189 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 200-ലധികം കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 189 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഈ കാലയളവിൽ തന്നെ ഏതാണ്ട് 87 പേർക്ക് രോഗമുക്തി വന്നതായും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർധനവ് ഉണ്ടാകുന്നുണ്ട്. അത് നിലവിൽ ആക്റ്റീവ് കേസുകളുടെ കണക്കെടുക്കുമ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന കണക്കുകളാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഈ മരണം ആരോഗ്യ മന്ത്രാലയമാണ് സ്ഥിരീകരിച്ചത്. പക്ഷേ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇതുവരെയും ഇതിനൊരു സ്ഥിരീകരണം നൽകിയിട്ടില്ല, മൗനം തുടരുകയാണ്. അതായത് കണക്കുകൾ പൂഴ്ത്തിവെക്കുന്ന പതിവ് ശൈലി തന്നെയാണ് ഇപ്പോഴും സംസ്ഥാനം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ കോവിഡ് മരണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോവിഡ് കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ആരോഗ്യ വകുപ്പുമായി നമ്മൾ അവരുടെ ആശയവിനിമയം നടത്തിയപ്പോൾ അറിഞ്ഞത് നിലവിൽ കോവിഡ് കണക്കെടുപ്പൊന്നും കേരളത്തിൽ കൃത്യമായി നടക്കുന്നില്ല നിലവിൽ കോവിഡ് കണക്കെടുപ്പൊന്നും കേരളത്തിൽ കൃത്യമായി നടക്കുന്നില്ല, അല്ലെങ്കിൽ കോവിഡ് കണക്കെടുപ്പ് നടത്തുന്നത് കേന്ദ്രമാണ് എന്നുള്ളൊരു മറുപടിയാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിച്ചത്. അതായത് സംസ്ഥാനത്ത് ഈ കോവിഡ് കേസുകളുടെയൊക്കെ നിരീക്ഷണം എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ്. അത് കാര്യക്ഷമമല്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പിലെ വിവിധ വൃത്തങ്ങൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 1336 കോവിഡ് കേസുകൾ സംസ്ഥാനത്തുണ്ട് എന്ന് പറയുമ്പോൾ രാജ്യത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ വലിയൊരു സംഖ്യ തന്നെയാണത്. രാജ്യത്ത് ഇപ്പോൾ തൊട്ട് പിന്നിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 467 കേസുകൾ മാത്രമാണ് അവിടെ ആക്റ്റീവായിട്ടുള്ളത്. ഡൽഹിയിലാണെങ്കിൽ 375, അതിന് പിന്നിൽ ഗുജറാത്താണ്. 265 കേസുകൾ ഗുജറാത്തിൽ ആക്റ്റീവ് കേസുകളായി ഉണ്ട്. രാജ്യത്ത് നിലവിൽ ഏറ്റവും അധികം കോവിഡ് കേസുകൾ ഉള്ളത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. മരണക്കണക്കെടുക്കുകയാണെങ്കിൽ ഈ 2025 മഹാരാഷ്ട്രയിലാണ് നിലവിൽ കോവിഡ് മരണങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, 7 ആണ്. അതിന് തൊട്ടു പിന്നിൽ ഈ പുതിയ മരണക്കേസ് കൂടിയാകുമ്പോഴേക്കും കേരളത്തിൽ 6 കോവിഡ് മരണങ്ങൾ 2025 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ എടുത്ത സമയത്ത്, അതായത് ഇത് ഏറ്റവും പുതിയ 24 മണിക്കൂറിനിടയിലുള്ള കോവിഡ് കേസുകളുടെ കണക്കാണ്. അതിന് മുൻപുള്ള ദിവസത്തെ കണക്ക് പ്രകാരം രാജ്യത്ത് പുതിയതായി റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളിൽ പകുതിയും അത് കേരളത്തിലായിരുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഈ കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത അത് കേരളത്തിലെ ആരോഗ്യവകുപ്പ് നൽകേണ്ടതുണ്ട്. ആ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. പുതിയൊരു മരണം റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്. 59 വയസ്സുകാരനാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതൊരു കോവിഡ് മരണമാണെങ്കിൽ ആ കോവിഡ് മരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, സംസ്കാരത്തിനടക്കമുള്ള നടപടിക്രമങ്ങൾ നിലവിൽ SOP അനുസരിച്ചുള്ള നടപടികളാണോ മുന്നോട്ട് പോയത്, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മരണമടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് പുതിയതായി ആരോഗ്യവകുപ്പ് നമ്മുടെ മലയാളികൾക്ക് സംസ്ഥാനത്തിന് നൽകേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ മറുപടി നൽകേണ്ടത് സംസ്ഥാന ആരോഗ്യവകുപ്പാണ്, ആരോഗ്യമന്ത്രിയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് കേരളത്തിൽ ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. രാജ്യത്ത് നിലവിൽ 3395 ആക്റ്റീവ് കേസുകളുള്ളപ്പോൾ അതിൽ 1336 കേസുകളും കേരളത്തിലുമാണ്. KP തന്നെയാണ് കേരളത്തിൽ വീണ്ടും കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 59 വയസ്സുകാരൻ്റെ മരണം കോവിഡ് മൂലമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് സ്ഥിരീകരിച്ചത്. എന്നാൽ അതേസമയം തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മൗനം തുടരുകയാണ്. ആക്റ്റീവ് കേസുകൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും മൂടിവെക്കുന്ന ഒരു സമീപനമാണ് ആരോഗ്യ വകുപ്പ് സ്വീകരിക്കുന്നത്. പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.